പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിലെ എല്ലാവർക്കും കൺമണിയെ വളരെ കാര്യമാണ് എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ക്രിഷ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത നിലയിൽ വന്നു നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുകയാണ് എങ്കിൽ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം കൃഷിന്റെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നു. വീട്ടുകാർ തള്ളിപ്പറയുകയാണ് എങ്കിൽ എന്തു ചെയ്യും? പ്രശ്നങ്ങൾ വഷളാവുകയില്ലേ? തുടങ്ങിയ ചിന്തകളെല്ലാം വന്നതിനെ തുടർന്ന് ക്രിഷ് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന ക്രിഷ്, കൺമണി ഞാൻ കെട്ടിയ താലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ക്രിഷ് സാർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും ഈ താലി ഞാൻ അങ്ങനെ ഊരിക്കളയുകയില്ല എന്ന് കൺമണി അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ക്രിഷ് ഇനി എന്തു ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ആയിരിക്കുകയാണ്. കൺമണി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെയും എന്റെയും വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. മാത്രവുമല്ല, ഇനിയിപ്പോൾ വരുൺ ഈ താലിയുടെ കാര്യം അറിയുകയാണ് എങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക? അതേപറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന കൺമണിയാകെ ഞെട്ടിപ്പോവുകയും, പക്ഷേ എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുന്ന കൺമണി, താലി ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ക്രിഷ് സാറിന് അറിയാത്തതുകൊണ്ടാണ്. അവളുടെ ജീവനേക്കാൾ വിലയുണ്ട് കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിക്ക്. അതുകൊണ്ട് തന്നെ അത് നിസ്സാരമായി വലിച്ചെറിഞ്ഞ് കളയുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനത് ചെയ്യുകയുമില്ല. ഞാൻ വളർന്ന സിറ്റുവേഷൻ്റെതാകാം അങ്ങനെ എന്നും ക്രിഷ് സാറിന് ഒരു പക്ഷേ അത് എളുപ്പം മറന്നു കളഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ താലിക്ക് മൂല്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ക്രിഷ്, പിന്നെ നീ എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിലേക്ക് വരാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ക്രിഷ് സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. സാറ് സുഖമായി ജീവിച്ചോളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും. ആ കാര്യത്തിൽ സാർ ഇടപെടാൻ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കൺമണി വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇത് ഞാൻ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയില്ല എന്ന് ക്രിഷ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇനി കൺമണിയെ തന്റെ ഭാര്യയാക്കണമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയായി നിൽക്കുന്നത്. മാത്രവുമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എങ്കിൽ ഇതിലേക്കാൾ വലിയൊരു ദുരന്തമാണ് വന്ന് സംഭവിക്കുക എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ക്രിഷ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇതേ സമയമാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് താലിയുടെ കാര്യം വരുൺ അറിയാനിടയാകുന്നത്. വരുൺ കൺമണിയെ കാണുന്നതിനായി വരികയാണ്. കൺമണിയുടെ കയ്യിൽ മോതിരം അണിയിച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ കൺമണിയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോൾ കൺമണിയോട് സംസാരിക്കുന്നതിനായി ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. കൺമണി എനിക്ക് സമയം തന്നേ സാധിക്കൂ, ഇല്ലെങ്കിൽ അത് ശരിയാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന വരുൺ ഇതേ തുടർന്ന് കൺമണിയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. ഇതോടെ കൺമണി തൻ്റെ കൈവിടാൻ ആവശ്യപ്പെടുകയും വെറുതെ ബലം പ്രയോഗിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ കൺമണി, നീ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ മേൽ എനിക്കുള്ള അവകാശം ഈ ലോകത്ത് മറ്റാർക്കുമില്ല. നീ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ മതി. അല്ലാതെ നിനക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ ഇതേ തുടർന്ന് നിർബന്ധപൂർവം കൺമണിയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കയറി വരുന്നത് ക്രിഷ്. അപ്രതീക്ഷിതമായ ഈ സംഭവം
നോക്കി നിൽക്കുന്ന കൺമണി ക്രിസ് സാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ക്രിഷ് വരുണിന്റെ കൈ തട്ടി തെറിപ്പിച്ചിരിക്കുകയാണ്. കൺമണിയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് വരുണിനോട് ക്രിഷ് പറയുന്നു. ഇതോടെ വരുൺ, അതൊക്കെ പറയാൻ നീ ആരടാ? നീ വെറുമൊരു അവളുടെ മുതലാളി മാത്രമാണ്. പക്ഷേ ഞാൻ അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. എനിക്കാണ് അവളുടെ മേൽ അധികാരം കൂടുതൽ. അതുകൊണ്ട് തന്നെ നീ ഭരിക്കാൻ ഇവിടേക്ക് വരണ്ട. നിന്റെ കമ്പനിയിൽ അവൾ ജോലി ചെയ്യുന്നു എന്ന് കരുതി അവളുടെ ജീവിതത്തിലൊന്നും നിനക്ക് അധികാരമില്ല. അവളുടെ ജീവിതത്തിൽ അധികാരമുള്ളത് എനിക്ക് മാത്രമാണ്. അത് മറ്റാർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറുമല്ല. സോ വഴിന്ന് മാറടാ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയെ വേദനിപ്പിച്ചുകൊണ്ട് അവളെ എവിടേക്കും നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവളുടെ സമ്മതമില്ലാതെ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല മോനെ എന്ന് പറയുന്ന ക്രിഷ്, അതുകൊണ്ട് തന്നെ നിനക്കും അവൾക്കും ഇടയിൽ ഞാൻ ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? മാറടാ എന്ന് പറയുകയും കൺമണി നിന്റെ ആരടാ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ക്രിഷ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. കൺമണി, ഞാൻ താലി കെട്ടിയ പെണ്ണാടാ. അവൾ എൻ്റെ ഭാര്യയാണ്, നിന്റെയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയുടെ മേത്ത് കൈവച്ചാൽ അവൻ്റെ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് വരുണിന്റെ കൈ പിടിച്ച് വലിച്ച് ദൂരേക്ക് മാറ്റുകയും കൺമണിയുടെ കയ്യിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് വരുണാകെ ഞെട്ടിപ്പോവുകയാണ്. ഇതോടെ വരുണിന്റെ മുന്നിലേക്ക് കൺമണിയുടെ കഴുത്തിൽ താൻ കെട്ടിക്കൊടുത്ത താലി ഉയർത്തി കാണിച്ച് കൊടുക്കുന്ന ക്രിഷ്, എന്താടാ നിനക്ക് ഇനിയും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയും ഇവൾ എൻ്റെ പെണ്ണാടാ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് വരുണിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.